ദേ ACP കാണുന്നിട്ട് ഇങ്ങോട്ട് പോലീസുകാർ വരുന്നു. സർ, എന്താ എന്നെ തിരക്കി ഇങ്ങോട്ട് വന്നത്? ഒരു കാര്യമുണ്ട് സർ. അപ്പൊ ചോറൂണ് ആറ്റുകാൽ അമ്പലത്തിൽ വെച്ച് തന്നെയാ. അതിന് മാറ്റമൊന്നുമില്ലല്ലോ അമ്മേ. അതിനെന്തു മാറ്റം? അത് അമ്മയുടെ തിരുസന്നിധിയിൽ വച്ച് തന്നെ വേണം. അതിൽ പരാനുഗ്രഹം വേറെ ഇല്ല. അമ്മയുടെ തിരുനടയിൽ വെച്ച് തന്നെ ചോറ് കൊടുക്കാന്ന് നമ്മൾ നേർന്നതാ. ഇനി അതിൽ മാറ്റം വരാൻ പാടില്ല. ചോറൂണ് ചടങ്ങ് വലിയ ആഘോഷമാക്കണോ? അതൊന്നും വേണ്ട. നമ്മള് കുടുംബാംഗങ്ങൾ മാത്രം മതി. കുഞ്ഞിന്റെ ഒറ്റ അപ്പൂപ്പനായ ജയരാമൻ തന്നെ ചോറ് കൊടുക്കട്ടെ, അല്ലേ രാജലക്ഷ്മി? അതെ അതെ, ഞാനും അത് തന്നെയാ മനസ്സിൽ കരുതിയിരിക്കുന്നത്. കുഞ്ഞിന്റെ അച്ഛൻ സ്ഥലത്തുള്ളപ്പോ അപ്പൂപ്പനാ ഞാൻ ചോറ് കൊടുക്കുന്നതിനാ? അതങ്ങനെ മതി ഏട്ട. ഞങ്ങള് പറയുന്നത് അങ്ങ് കേട്ടേച്ചാ മതി. മനസ്സിലായോ? ഓഹോ, രാജകൽപ്പനയാണോ? ആ അതെ, കൽപ്പന തന്നെയാ. ആഹാ, ശരി. അല്ല പിന്നെ. ഇതെന്താ, ഇവരൊക്കെ കാർത്തിയെ കാണാൻ വന്നതാണോ? എന്തായാലും ഒന്നും മിണ്ടാൻ നിൽക്കുന്നേ? എന്താ കാര്യം? കാര്യം ഞാൻ പറയാം. എന്നെ ചുമതലപ്പെടുത്തിയ കാര്യം എനിക്ക് പറഞ്ഞല്ലേ പറ്റൂ. നിങ്ങൾ പറയൂ, പഠിക്കണ്ട. അത്ര സുഖകരമല്ലാത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത്. മാധുരി കൊലക്കേസിൽ ഹൈക്കോടതി കൊടുത്ത അപ്പീൽ കോടതി അംഗീകരിച്ചു. തുടരന്വേഷണത്തിന്റെ ഭാഗമായി ജയരാമനെ അറസ്റ്റ് ചെയ്യണം. ഈശ്വര, അറസ്റ്റ് ചെയ്യണമെന്നോ? അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവാണ്. ദേ, വാറന്റുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ജയരാമൻ നിരപരാധിയാണെന്ന് കണ്ട് കോടതി ഇവനെ വെറുതെ വിട്ടതല്ലേ? ആ വിധിക്ക് മേലൊരു അപ്പീൽ പോയി. ആ അപ്പീലാണ് കോടതി അംഗീകരിച്ചിരിക്കുന്നത്. ആരാ അപ്പീൽ കൊടുത്തത്? ഒരു ഇന്ദ്രജ നമ്പ്യാർ. അവള് മനഃപൂർവ്വം എന്റെ ജേട്ടനെ ദ്രോഹിക്കാണ്. ഇനി ഇതെനിക്ക് താങ്ങാൻ വയ്യ. ഒരു തരത്തിലും ദൈവം എന്നെ വെറുതെ വിടില്ലല്ലോ. എന്തൊരു ശാപം കിട്ടിയ ജന്മം എന്റേത്. മിസ്റ്റർ ജയരാമൻ, ഞങ്ങളോട് സഹകരിക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. ചേട്ടാ, ഇത് ACP സാറിന്റെ വീടാണ്. ഞങ്ങൾക്ക് ഇതിലപ്പുറമൊക്കെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതവളാ, ആ ഇന്ദ്രജ. അവള് കരുതിക്കൂട്ടി എന്റെ മകനോട് പ്രതികാരം ചെയ്യുന്നതാ. ഇതിന് അടങ്ങിയിരിക്കാൻ എന്നെ കൊണ്ട് വയ്യ. കാർത്തി, നീ എന്താ ഒന്നും മിണ്ടാത്തെ? കോർട്ട് ഓർഡറാണ് മുത്തശ്ശി. ഇവരുടെ കയ്യിൽ അറസ്റ്റ് വാറന്റ് ഉണ്ട്. തൽക്കാലം ഇവരോട് നമ്മൾ സഹകരിച്ചേ പറ്റൂ. ബാക്കി കാര്യമൊക്കെ പിന്നീട്. വല്യമാവൻ ഇപ്പൊ ഇവരോടൊപ്പം പോയേ പറ്റൂ. മോനെ, ഞാൻ കൂടെ ഉണ്ട്. ഞാൻ വല്യമാവനെ രക്ഷിച്ചിരിക്കും. ഞാൻ വേഗം റെഡിയായിട്ട് വരാം.
ജയിലിലേക്ക്. ഇയാൾക്ക് ജീവിതകാലം മൊത്തം ജയിലിൽ കിടക്കാനാ വിധി. ചേട്ടാ, ആരും വിഷമിക്കേണ്ടതില്ല. ദേവി, കരയണ്ട. എന്നാലും ഇതൊരു പുതിയ കാര്യമൊന്നുമല്ലല്ലോ. ചേട്ടാ, അച്ഛാ, ദൈവത്തിന്റെ ഒരു പരീക്ഷണ വസ്തുവാ ഞാൻ. പരീക്ഷിക്കട്ടെ. ഈ പരീക്ഷണങ്ങൾക്കൊക്കെ ഒടുവിൽ എന്തായാലും ദൈവം തരുന്നൊരു നല്ല കാലം ഉണ്ടാവുമല്ലോ. മോനെ, അമ്മേ, ധൈര്യമായിട്ടിരിക്കണം. എല്ലാവർക്കും എല്ലാ കാലത്തും സങ്കടം മാത്രമായിരിക്കില്ല അനുഭവം. ഉറപ്പായിട്ടും സന്തോഷവും ഉണ്ടാവും. ഞാൻ പോയിട്ട് വരാം. മോനെ കാർത്തി, നീ വല്യമ്മാവനെ. ഇതൊരു കോടതി വിധിയാ, അതനുസരിച്ചേ പറ്റൂ. പക്ഷേ വല്യമ്മാവൻ നിരപരാധിയാ. അതുകൊണ്ട് തന്നെ വല്യമ്മാവനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. മോനെ, ആരും കരയണ്ട, സമാധാനായിട്ടിരിക്കുക. വല്യമ്മാവനെ ഞാൻ രക്ഷിച്ചിരിക്കും, ഉറപ്പാ. മോനെ, നമ്മുടെ കുഞ്ഞിന് എപ്പോ ചോറൂണ് നടത്താൻ തീരുമാനിച്ചാലും അപ്പൊ ഈ കുടുംബത്തിലേക്ക് ഓരോ ആപത്തുകൾ വന്നു ചേരും. എന്താ അമ്മ ഇങ്ങനെ? ചോറൂണിന് മുമ്പ് ഇതും ഒരു ദുശകനമാണോ അമ്മേ? എനിക്കറിയില്ല മോളെ, എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നേന്ന്. വിഷമിക്കണം, വിഷമിക്കാതെ തരവില്ല. ഒരു സുഖത്തിൻ്റെ ഒരു ദുഃഖം, ഒരു നേട്ടത്തിനൊരു നഷ്ടം, അതാണ് പ്രപഞ്ചനീതി. അതുകൊണ്ട് രണ്ടും നമ്മൾ ഏറ്റുവാങ്ങിയേ പറ്റൂ. അവനൊക്കെ അംഗം കുറിക്കുന്നതേ ഈ ഇന്ദ്രജിയോടാ. എട്ടി വീഴ്ത്തും എല്ലാത്തിനെയും ഞാൻ. ആ ഇന്ദ്രേശി, നീ എവിടെയാടാ? ഞാനിവിടെ എൻ്റെ ഒരു വീട്ടിൽ. ഏ, നിന്റെ ഒരു വീട്ടിലോ? നിനക്കെന്താ 10-100 വീടുണ്ടോ? നീ കാര്യം വല്ലതും അറിഞ്ഞോടാ? ഇല്ല, എന്താ ഇന്ദ്രേശി? എടാ, ഒരു ഉഗ്രനൊരു ഗുഡ് ന്യൂസ് ഉണ്ട്, അത് അറിയണ്ടേ നിനക്ക്? ഗുഡ് ന്യൂസോ? എന്നാ അതിങ്ങോട്ട് പറയേച്ചി. എടാ, എന്റെ അപ്പീലേറ്റു. ചെമ്പകമംഗലത്തേക്ക് ഒരു മിസൈൽ. മാധുരി കൊലക്കേസിൽ ജയറാമനെ പിന്നെയും പോലീസ് അറസ്റ്റ് ചെയ്തു. വെരി ഗുഡ്. നമുക്കിതൊന്ന് ആഘോഷിക്കണ്ടേ ചേച്ചി? ഞാൻ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. നിനക്ക് ആഘോഷിക്കണമെങ്കിലേ നീ ഇങ്ങ് വാ. ഞാൻ വരാ ചേച്ചി. ആ, ഓക്കെ. ചെമ്പകമംഗലം കണ്ണീരിൽ മുങ്ങുന്നു.
ജയരാമൻ അറസ്റ്റിൽ. നേരോ? വൈശാഖേ, ഇനി കുടിക്കല്ലേ പ്ലീസ്. ഒരു സന്തോഷത്തിനടി. വേണ്ട. എന്നാ ശരി. അത് അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവിട്ട കേസാ. പെട്ടെന്ന് അങ്ങനെ ഒരു ജാമ്യം കിട്ടാൻ പാടാ. അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് തന്നെ അനുകൂലമായൊരു വിധി നേടിയെടുക്കണം. ഈ സിറ്റുവേഷനിൽ അതൊന്നും സാധ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ ജാമ്യത്തിന് ശ്രമിക്കേണ്ടെന്നാണോ സാറ് പറയുന്നത്? ശ്രമിക്കേണ്ടെന്ന് ആര് പറഞ്ഞു? ശ്രമിച്ചു നോക്ക്. ഞാനതിൻ്റെ സാഹചര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. എൻ്റെ അങ്കിളായതുകൊണ്ട് ഞാൻ പറയുന്നതല്ല സർ. അദ്ദേഹം 100% ഇന്നസെന്റ് ആണ്. കോടതി തെളിവുകളല്ലേ ACP പ്രധാനം. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിടത്തോളം തെളിവുകളെല്ലാം മിസ്റ്റർ ജയരാമനെതിരാണ്. എന്തായാലും നിങ്ങൾ നല്ലൊരു വക്കീലിനെ കണ്ടുപിടിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്ക്. ഓക്കെ സർ. സർ, എക്സ്ക്യൂസ് മീ. യെസ്. എന്താണ് പബ്ലിക് പ്രോസിക്യൂട്ടറെ, തനിക്കിന്ന് കോടതിയൊന്നുമില്ലേ? രാവിലത്തത് കഴിഞ്ഞു. ഇരിക്കെ. ആ പോയ കക്ഷി ചെമ്പകമംഗലത്തെ അല്ലേ? അതെ, ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മയുടെ കൊച്ചുമകൻ. എന്റെ സബോർഡിനേറ്റാ ACP. ചെമ്പകമംഗലത്തെ പ്രശസ്തമായ ആ ഉടവാളില്ലേ, അതിന്റെ റിസീവർ കൂടിയാ ഞാൻ. ഓ, അങ്ങനൊരു കഥയുണ്ടല്ലോ. ആ വാളിന് കോടികൾ വില വരുന്നുണ്ടെന്നാണല്ലോ വക്കീലെ ഞാൻ കേട്ടിരിക്കുന്നത്. പിന്നെന്താ സംശയം? അതിന്റെ മൂല്യം എന്താണെന്ന് കറക്റ്റായിട്ട് ഇതേവരെ തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ഇപ്പോ വന്നത് ആ താരാ മർഡർ കേസിന്റെ ഡീറ്റെയിൽസ് അറിയാനാ. ഓ, അപ്പോ അതിന്റെ പിന്നിൽ മിസ്റ്റർ അനന്തഗോപനാണല്ലേ? കൊയ്ത്തുകാലമാണല്ലോടോ തനിക്ക്. നെൽപ്പാടം ഉണ്ടായിട്ട് വേണ്ടേ കൊയ്യാൻ? പിന്നെ എനിക്കുള്ള മന്ന ദൈവം ആകാശത്തുനിന്നും കൊണ്ടുതരും. അധികം മന്ന കൂട്ടിവെക്കല്ലേ, ദൈവം ഫീയുടെ രൂപത്തിലും വരും. ഓ, സാർ ആ കേസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ. പറയാം. അതായത്, എക്സ്ക്യൂസ് മീ സർ, ഒരു ഇമ്പോർട്ടന്റ് കോൾ. ഒരു മിനിറ്റ്. ഹലോ. ഹലോ, നമസ്കാരം മാഡം. നമസ്കാരം മിസ്റ്റർ അനന്തഗോപൻ. നിങ്ങളെ എനിക്കൊന്ന് കാണണമായിരുന്നല്ലോ. നിങ്ങൾ എവിടെയാ? ഞാനിപ്പോ കമ്മീഷൻ ഓഫീസ് വരെ ഒന്ന് വന്നതാ. എന്റെ ഒരു ഫ്രണ്ടാ കമ്മീഷണർ. പക്ഷെ വന്നതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായി. എന്ത് പ്രയോജനം? അമ്മാവനും ഭാര്യാപിതാവുമായ ജയറാമിനെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കാൻ വേണ്ടി പരക്കം പായുന്ന ACP കാർത്തികിനെ ഞാനിവിടെ വെച്ച് കണ്ടു. അതിനി ACP അല്ല DGP വിചാരിച്ചാലും വല്ല രക്ഷയുണ്ടോ? കേസങ്ങ് പോയില്ലേ? മണിച്ചിത്ര താഴിട്ടല്ലേ നമ്മൾ അവനെ പൂട്ടിയത്. ഇനി അടുത്ത കാലത്തെങ്ങും അവൻ പുറത്തിറങ്ങില്ല. ഇനി അതല്ല, അതുക്കും മേലെ കയറി അവൻ വെട്ടുവക്കില്ലേ? എവിടുന്ന്? ഇവർ ഈ പോലീസുകാർ വിചാരിച്ചാലൊന്നും ഇനി അവനെ രക്ഷപ്പെടുത്താൻ ഒക്കില്ല മാഡം. കളിയേ, ഇനി ഞങ്ങള് വക്കീലന്മാരെ കോർട്ടില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. മാഡം ധൈര്യമായിട്ടിരിക്കെ. എനിക്കൊരു ധൈര്യക്കുറവുമില്ല മിസ്റ്റർ അനന്തഗോപൻ. ജയറാം അകത്തായതോടെ ആദ്യത്തെ പ്രഹരമല്ലേ ആയുള്ളൂ. രണ്ടാമത്തേതിനുള്ള വെടിമരുന്ന് വക്കീലിന്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. അതൊക്കെ എന്റെ ഉണ്ട് മാഡം. പണ്ട് സഖ്യസേന അയച്ചതിനേക്കാൾ വലിയ മിസൈലാ. അനന്തഗോപനും മാധവ മന്ദിരത്തിൽ ഇന്ദിരാ നമ്പ്യാരും ചേർന്നുള്ള ഈ സഖ്യം വിജയം കണ്ടേ പിരിയുന്നുള്ളൂ മാഡം. നമ്മൾ ഇനി പിരിയുന്നില്ലല്ലോ മിസ്റ്റർ അനന്തഗോപൻ. ആ, മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. പറയൂ മാഡം.
ഇതുവരെ കണ്ടില്ലല്ലോ കൈമളേട്ട. അവൻ വരും രാജലക്ഷ്മി. ജയരാമനെ ജാമ്യത്തിലിറക്കാനുള്ള എന്തെങ്കിലും വഴികൾ കണ്ടെത്തിയിട്ടേ അവൻ വരൂ. ദൈവമേ, എന്റെ കുഞ്ഞിന് മാത്രം എന്താ ഇങ്ങനൊരു കഷ്ടകാലം? ഇതൊരു ശാപമാ കൈമളേട്ട. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല രാജലക്ഷ്മി, എന്താ ഇങ്ങനെയൊക്കെയെന്ന്. വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുമ്പോ സ്വയം ആശ്വസിക്കാൻ വേണ്ടി തത്വചിന്തകളൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അനുഭവിക്കാതെ ദേ കാർത്തിമോ വന്നല്ലോ. എന്തായി മോനെ? പറ, എന്താ നീ ഇങ്ങനെ മിണ്ടാ നിൽക്കുന്നേ? ഞാൻ മാക്സിമം ശ്രമിച്ചു നോക്കി മുത്തശ്ശ. കേസ് വളരെ സ്ട്രോങ്ങാ. ഉടനെ ജാമ്യം കിട്ടാൻ വലിയ പാടാ. എന്റെ ദൈവമേ. എന്തായാലും ഞാൻ വക്കീലിനെ കണ്ട് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. വെരി ടാലന്റഡ് ആയ ഒരു അഡ്വക്കേറ്റ്. അദ്ദേഹം ശ്രമിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. മുത്തശ്ശിയും മുത്തശ്ശനും സമാധാനായിട്ടിരിക്കുക. കൈമളേട്ട, എന്റെ മോള് നന്ദിനി, അവളെങ്ങനെ ഈ സങ്കടം സഹിക്കും കൈമളേട്ട? അമ്മേ, മോളെ, മോനെ കാർത്തി, നിന്റെ വല്യമ്മാവന് ജാമ്യം പോലും കിട്ടില്ലല്ലേ? ദൈവമേ, അത് എന്റെ മോൻ വിഷമിക്കണ്ട, സാരമില്ല. എനിക്കിപ്പോ ഇതൊരു ശീലമായിപ്പോയി. ജീവിതം മുഴുവൻ കണ്ണീര് കുടിച്ചു കുടിച്ച് ഇനി കരയാതെ ജീവിക്കാൻ വയ്യെന്നായി. അമ്മേ, അമ്മേ, കരയല്ലേ അമ്മേ. മോളെ, അമ്മേ. ഇതിന്റെയൊക്കെ പിന്നിൽ ആരായാലും അവരെ ഞാനൊരു പാഠം പഠിപ്പിക്കും, തീർച്ച. ഇവിടെ നിർത്ത്, ഇവിടെ നിർത്ത്. വയ്ക്കോ. ദൈവമേ, ആ പ്രേതാലയത്തിലേക്ക് ചെല്ലുമ്പോ കാക്കകൾ കൂടുമ്പോലെ എല്ലാവരും കൂടും. പിന്നെ എന്നെ നടുക്ക് നിർത്തി ജനകീയ വിചാരണയായിരിക്കും. ചെല്ലാതെ നിവൃത്തിയില്ലല്ലോ. എന്നെ നോക്കി അവരാരെങ്കിലും പൊട്ടിത്തെറിച്ച പേടിച്ച് നിൽക്കരുത്. തക്ക മറുപടി പറയണം. പേടിച്ച് നിന്നാല എല്ലാരും കഴുത്തേ കയറുന്നത്.
ഇതെന്താ ചത്ത വീട് പോലെ? ഓ, ആ ജയരാമനെ പോലീസ് കൊണ്ടുപോയ സങ്കടത്തിലായിരിക്കും എല്ലാം. അത് നന്നായി. ചോദ്യവും പറച്ചിലും ഒന്നുമില്ല, വിചാരണയ്ക്കും ആരുമില്ല.